ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബാറ്ററി ഉള്ള സ്മാർട്ട് ഫോൺ. അതായത് iQOO Z10 എന്ന് പറയുന്ന ഫോണാണ്. 7300 mAh ഹെവി ബാറ്ററി സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം വരെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഇതുവരെ ചാർജ് തന്നിരുന്നെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് 2 ദിവസമോ അതിൽ കൂടുതലോ ചാർജ് തരുമെന്നാണ് പറയുന്നത്. കൂടുതൽ പോട്ടെ, 2 ദിവസം നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. സോ ഏതാണ് ഈ ബിഗ്ഗസ്റ്റ് ബാറ്ററി ഉള്ള ഫോൺ, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പറയാം. കൂടെ ഇതിൻ്റെ ഒരു കുറഞ്ഞ വേരിയൻ്റ് കൂടി Z10x രണ്ടിൻ്റെയും വിശദമായ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. 20,000 രൂപ ബഡ്ജറ്റ് റേഞ്ചിലാണോ ഇത്രയും കിട്ടുന്ന ബാറ്ററി ഫോൺ വരുന്നത്. സോ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. Z10 എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ബോക്സിലെ ബാക്കി ഏരിയ, കേസ്, ഡോക്യുമെന്റേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. 90 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് കേബിളും ഉണ്ട്, സിം ടോളും ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ Z10x എന്ന കുറഞ്ഞ മോഡൽ കൂടിയുണ്ട്. ആ ഫോൺ നമ്മൾ കയ്യിലോട്ട് എടുത്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് Z10x. ഇതിൽ ചാർജർ 45 വാട്ടിൻ്റെയാണ് കേട്ടോ. ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ഓർത്തോളൂ ബോക്സിൽ. സോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. സോ അപ്പോൾ 2 ഫോണുകൾ നമ്മുടെ കയ്യിൽ കിട്ടി. iQOO Z10, Z10x. നമുക്ക് രണ്ടിൻ്റെയും വിശദമായ കാര്യങ്ങൾ നോക്കാം. ആദ്യം Z10ൻ്റെ വിശേഷങ്ങൾ പറയാം. നോർമലി ഫോണുകളിൽ ചാർജ് തരുന്നൊരു വലിയ ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. അതായത് നോർമലി ചാർജ് തരുന്ന നമുക്ക് വൈകുന്നേരം തീരെ നമുക്കറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു ലെക്ചർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്, ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തീർന്നു പോവുക, ഗെയിം കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ലോ, അതൊക്കെ ഒരു ദിവസത്തിൽ നമുക്ക് വരുന്ന തലവേദന പിടിച്ചൊരു ഇറിറ്റേറ്റിംഗ് ആയ പരിപാടിയാണ്. അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബാറ്ററി ലോ, പിന്നെ ചാർജ് ഇടാൻ നടക്കണം. എന്നാൽ ഒരു ദിവസം കൊണ്ട് ഒരു കാരണവശാലും തീരില്ല. നമുക്ക് അത്യാവശ്യം ഗംഭീരമായിട്ട് കളിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഫോണാണിത്. അങ്ങനെ പറയുമ്പോൾ 7300 mAh ബാറ്ററി ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ബാറ്ററി ഉള്ളപ്പോഴും ഇത് സ്ലിമ്മാണ്. ഒപ്പം തന്നെ നല്ല ബ്രൈറ്റസ്റ്റ് ആയ ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല നൈസായ ലുക്കൊക്കെ തന്നെയാണ്. ആ വലിയ റൗണ്ട് ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. താഴെ സ്പീക്കർ ഗില്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം ട്രേ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, മുകളിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വേറെ ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ ആണ്. ഗ്ലേഷ്യർ സിൽവർ, സ്റ്റെല്ലാർ ബ്ലാക്ക്, അങ്ങനെ 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഗ്ലേഷ്യർ സിൽവർ ആണ്. പിന്നെ ഈ ഒരു ഫോണിന് ഇന്ത്യ സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോൺ വിത്ത് 7300 mAh ബാറ്ററി എന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയാണ് താനും. കാരണം വേറൊരു ഫോൺ ഇപ്പോൾ ഇത്രയും സെറ്റപ്പിൽ ഇല്ലല്ലോ. 199 ഗ്രാമിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. IP69 റേറ്റിംഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ചില വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. വേറെ ഇഷ്യൂ ഒന്നുമില്ല, നൈസായിട്ട് പ്ലേ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ആണ്. ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്സിൽ കാര്യങ്ങളൊന്നും ഇഷ്യൂസ് ഇല്ല. 5000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. സെറ്റപ്പ് വിഷ്വൽ ക്വാളിറ്റിയാണ്, പ്രശ്നങ്ങളേ ഇല്ല. സോ നല്ലൊരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. സോ ഡിസൈനും ഡിസ്പ്ലേയും പക്കയാണ്, പ്രത്യേകിച്ച് ഒന്നും പരാതി പറയാനില്ല. Z10x വരുമ്പോൾ നമുക്കൊരു 12,000-13,000 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു LCD ഡിസ്പ്ലേ ആണ്, ഫ്ലാറ്റ് LCD ഡിസ്പ്ലേ. പക്ഷേ അത് തീർച്ചയായിട്ടും ഡീസൻ്റ് ആയ ക്വാളിറ്റിയിലും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡ് ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ രീതിയിലുള്ളതാണ്. അൾട്രാ മെറീൻ, ടൈറ്റാനിയം തുടങ്ങിയ 2 ഡിസൈനുകളാണ് ഇത് വരുന്നത്. IP64 റേറ്റിംഗ്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയുടെ ഭാഗത്തും വരുന്നുണ്ട്. സോ ബിൽറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ടെൻഷൻ വേണ്ട. ഈ ഒരു ഫോണിന് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പക്ഷേ ഇതിനത് വരുന്നില്ല എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തി. എന്നാലും സൗണ്ട് ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഡീസൻ്റായ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, എങ്കിലും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണുകളുടെ ഡിസൈൻ, ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 7300 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഒരു ചാർട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് നോർമലി 5000 mAh ബാറ്ററിയുള്ള ഫോണാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം ഓരോ കാര്യങ്ങളിലും. ഗെയിമിംഗ് ആണെങ്കിൽ 17 അവർ കളിച്ചിരുന്നത് 35 അവർ കളിക്കാം. വാച്ച് ടൈം 17 അവർ ആണെങ്കിൽ 35 അവർ കിട്ടും. 6 മണിക്കൂർ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇനി 15 അവർ തുടർച്ചയായിട്ട് ഗെയിം കളിക്കാം. ഡബിൾ പവറിൽ നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്ന സാരം. വീഡിയോ റെക്കോർഡിംഗ് 5 മണിക്കൂർ കിട്ടിയിരുന്നത് 8.5 മണിക്കൂർ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ട് ഈ ഫോണിന്റെ ബാറ്ററി ലൈഫ് എന്നുള്ള കാര്യം. ഇത് ചാർജ് ചെയ്യാനും 50% ചാർജൊക്കെ ഇതിൽ ഈസി ആയിട്ട് 33 മിനിറ്റ് കൊണ്ട് കയറുമെന്നാണ് പറയുന്നത്. 90 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ അതും അത്യാവശ്യം ഡീസൻ്റ് ആയ സെറ്റപ്പാണ്. ഇതെല്ലാം 20,000 റേഞ്ചിൽ വരുന്നതുകൊണ്ടാണ് നന്നായിരിക്കും ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അത്രയും പറയത്തില്ല. മാത്രമല്ല ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബൈപ്പാസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളിക്കുമ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് ഹീറ്റ് ആവുന്ന ഇഷ്യൂ ഒന്നും വരണ്ട. നേരെ ബോർഡിലേക്ക് ചാർജ് കൊടുത്തുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. സോ അങ്ങനെ ബാറ്ററിയുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കി കൊടുത്തു വെച്ചിട്ടുണ്ട്. Z10x ആണെങ്കിൽ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. 6500 mAh ബാറ്ററിയാണ്. അതും ബാറ്ററി ലൈഫിൽ ആ സെഗ്മെന്റിലെ ബെസ്റ്റ് ബാറ്ററി ലൈഫാണ്. സോ ഇതിലും ബാറ്ററിയുടെ ഭാഗത്ത് നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഇനി നമുക്ക് പെർഫോമൻസ് അറിയണ്ടേ. ഇവർ ഒരു മേഖലയിലും മോശമാവാറില്ലല്ലോ. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. TSMC പ്രോസറാണ്. 4nm പ്രോസസ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അറിയാവുന്നതാണ് ആ പ്രോസർ. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ യൂസിനൊന്നും യാതൊരു ഇഷ്യൂസും വരുന്നില്ല. ഗെയിമിങ്ങിനായാലും പ്രശ്നമില്ല. ഇവിടെ കാണാൻ നോർമൽ യൂസൊക്കെ വളരെ സ്മൂത്താണ്. പിന്നെ ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് BGMI ഒക്കെ ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്.
ഇതിന് 8 GB റാം 128 GB സ്റ്റോറേജ്, 8 GB റാം 256 GB സ്റ്റോറേജ്, 12 GB റാം 256 GB സ്റ്റോറേജ്, ഇങ്ങനെ 3 വേരിയന്റുകളാണ് വരുന്നത്. റാം എക്സ്പാൻഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. എക്സ്റ്റൻഡ് റാം ഒക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. 12 GB പ്ലസ് 12 GB 24 GB റാം ഉള്ള ഫോൺ പോലെ ഉപയോഗിക്കാം. പിന്നെ ഗെയിമിങ്ങിന്റെ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് എഫിഷ്യന്റ് ആയ ഒരു കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ വരില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സ്മാർട്ട് ടെമ്പറേച്ചർ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ പെർഫോമൻസ് വൈസ് ഗെയിമിങ്ങിനായാലും സാധാരണ യൂസിനായാലും ഹീറ്റിംഗ് ഒന്നും വരാതെ നൈസായിട്ടുള്ള ഡീസൻറ്റ് പെർഫോമൻസ്, ഈ ഒരു പ്രൈസിന് വേണ്ടുന്ന ഡീസൻ്റായ പെർഫോമൻസ് ഈ ഫോണിലുണ്ട്. ഇനി ഈ ഒരു ഫോണിൽ Z10x എന്ന ഫോണിൽ നോക്കി കഴിഞ്ഞാൽ Dimensity 7300 എന്ന പ്രോസറാണ്. അതും ആ പ്രൈസിലെ സെഗ്മെന്റിലെ ഒരു നല്ല പ്രോസറാണ്. ഏകദേശം 728 ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ കിട്ടും. ആ റേഞ്ചിൽ ഒരു ഡീസൻറ്റ് സെറ്റപ്പാണ് ഇതിന്റെ പെർഫോമൻസ് നോക്കിയാലും. സോ പെർഫോമൻസ് വൈസ് ഈ രണ്ട് ഫോണുകളും അതാത് സെഗ്മെന്റുകളിലെ അടിപൊളി പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. ഇനി ഇതിന്റെ OS അപ്ഡേറ്റ് പോലുള്ള കാര്യം നോക്കിയാൽ ഫണ്ട് ചോയ്സ് 15 ആണ്, ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോണുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്യാമറ അതുകൂടി അറിയണമല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ തന്നെയാണ്. സോ ഈ ഫോൺ എടുത്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളുടെ ഒപ്പം ക്യാമറയും നല്ലത് കിട്ടുന്നുണ്ട്. കണ്ടു നോക്കൂ സാമ്പിളുകൾ. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിന്റെ സോണി OIS ക്യാമറ തന്നെയാണ്. അതിന്റെ സാമ്പിളാണ് ഈ കാണുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. അത് ഇൻഡോർ ലൈറ്റിലും ഡേ ലൈറ്റിലും ഒക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം. 32 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. അതിന്റെ സാമ്പിളും ഷെയർ ചെയ്യുന്നുണ്ട്. 2 ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. സോ സംഗതി വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. മെയിൻ ക്യാമറയിൽ 4K റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 4K വീഡിയോ സാമ്പിളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഫ്രണ്ട് ക്യാമറയിലും 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. സോ ഫ്രണ്ടിലും ബാക്കിലും 20 ഈ ഒരു ഫോണിലും അവർ 4K സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതും നല്ല ഘടകമായി. സോ അപ്പോൾ അങ്ങനെയാണ് ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. ക്യാമറ അത്യാവശ്യം ഡീസൻ്റായ സെറ്റപ്പാണ്. AI ഫീച്ചറുകളെ കുറിച്ച് പറയണം. അതായത് ഇപ്പോൾ എല്ലാ ഫോണിലും വരുന്നുണ്ടല്ലോ, എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്നാലും 2-3 പേരിന് പറഞ്ഞേക്കാം. ഫ്ലാഗ്ഷിപ്പ് ലെവൽ AI ഫീച്ചേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അതായത് സർക്കിൾ ടു സെർച്ച്, ഇതിപ്പോൾ എല്ലാ ഫോണിലും ഉണ്ട്, എന്നാലും ഇതിലും കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. AI ഇറേസർ, എന്തെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇറേസ് കളയുന്ന സംവിധാനം ഇതിനകത്തുണ്ട്. പിന്നെ AI നോട്ട് അസിസ്റ്റ്, അതായത് നോട്ടിലൊക്കെ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ സ്മാർട്ട് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, സമ്മറൈസ് ചെയ്യാൻ സാധിക്കും, ടെക്സ്റ്റുകളും മറ്റൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനത്തെ ഒട്ടനവധി ഫീച്ചറുകൾ നോട്ട് അസിസ്റ്റ് എന്ന പേരിൽ നോട്ടിന്റെ ഭാഗത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ AI സൂപ്പർ ഡോക്യുമെന്റ്, അങ്ങനെ ഒരു സംവിധാനം വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാന്റ് ഡോക്യുമെന്റ് കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും വരുന്നുണ്ട്. സോ ഇതുപോലുള്ള AI ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഈ ഫോണുകൾക്കകത്തുണ്ട്. Z10xന്റെ ക്യാമറ സാമ്പിൾ ഒന്നിടണം നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാമറ നമുക്ക് ഒരു ഡീസൻ്റ്, ആ ഒരു 12-13 രൂപ റേഞ്ചിലൊക്കെ വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റേഞ്ചിലേക്ക് കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ് ഈ കാണുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെയിൻ ക്യാമറയിലൊക്കെ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ AI ഫീച്ചറുകൾ കുറേയൊക്കെ ഇതിലും വരുന്നുണ്ട്. സോ 12-13 രൂപ റേഞ്ചിലൊക്കെയാണ് ബഡ്ജറ്റ് എങ്കിൽ Z10x മറക്കാണ്ട് പരിഗണിക്കുന്ന ഒരു ഐറ്റമാണെന്ന് ഓർത്ത് വയ്ക്കാം. iQOO10 നമുക്ക് മാർക്കറ്റിൽ സെയിൽ തുടങ്ങാൻ പോകുന്നത് 16-ാം തീയതിയാണ്, ഏപ്രിൽ 16-ന്. സോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആ ഒരു ഡേറ്റ് മാർക്ക് ചെയ്യാം. Z10x ആണെങ്കിൽ 22-ാം തീയതിയാണ്. സോ രണ്ടിൻ്റെ സെയിൽ ഡേറ്റുകൾ വേറെ വേറെയാണ്, പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എന്നെ സംബന്ധിച്ച് 20,000 രൂപ റേഞ്ചിൽ നല്ല ഡിസൈനും നല്ല ഡിസ്പ്ലേയും ക്യാമറയും പെർഫോമൻസും AI ഫീച്ചേഴ്സും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും 20,000 രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ഡീസൻറ്റ് ഓൾറൗണ്ടർ ഫോണെന്ന് iQOO Z10 പറയാം. Z10xും 13,000 രൂപ റേഞ്ചിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഐറ്റം തന്നെയാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇത് വിവോയുടെ ഫോണുകൾ കൂടിയാണ്, അതുകൊണ്ട് തന്നെ സർവീസിനെ കുറിച്ച് പറയിടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഭയപ്പെടാതെ തന്നെ നമുക്ക് ഈ ഫോണുകളെ ഡിപ്പെൻഡ് ചെയ്യാം താല്പര്യമായെങ്കിൽ. സോ മൊത്തത്തിൽ ഇതിൻ്റെ വിലയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. മൊത്തത്തിൽ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. ഓക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്യാം. സോ ഇപ്പോൾ Z10x Z10 രണ്ട് ഫോണുകളുടെയും അൺബോക്സിംഗ് എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.